പേജ് നമ്പർ 81 ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. The square of a term in the arithmetic sequence 2, 5, 8 ഇങ്ങനൊരു സീക്വൻസ് വന്നിരിക്കാം. ഈ സീക്വൻസിലെ ഏതോ ഒരു ടേം, ഏത് ടേം ആണ്, ഒരു ടേമിന്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. സ്ക്വയർ ഓഫ് എ ടേം, സ്ക്വയർ ഓഫ് എ ടേം 2500 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? ആ ടേമിന്റെ പൊസിഷൻ ആണ് നമുക്ക് ലാസ്റ്റ് കണ്ടെത്തുന്നത്. ആ ടേം എവിടെയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പൊസിഷൻ എവിടെയാണ്, അതിന്റെ പൊസിഷൻ എത്രാമത്തെ ടേം ആണ്. അത് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്റർ പറഞ്ഞ പൊസിഷൻ അല്ലെങ്കിൽ വിച്ച് ടേം, നമ്പർ ഓഫ് ടേംസ്, പൊസിഷനെ കാണിക്കുന്നത് ഏത് ലെറ്റർ ആയിരുന്നു? എൻ. പൊസിഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് പറഞ്ഞാൽ എൻ. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എൻ കാണാം. അപ്പൊ ഇവിടെ ഏതോ ഒരു ടേമിന്റെ സ്ക്വയർ ഏതാ നമുക്ക് അറിയില്ല. ആ ടേം അറിയില്ല. അറിയാത്ത ടേമിന് നമ്മൾ പിന്നെ എന്താ പറയാ? ആ ടേം എന്തെടുക്കാം? എക്സ് എൻ. നമുക്ക് അറിയാത്ത ടേം എന്നുള്ളത്, അറിയാത്ത ടേം എന്താ? nth ടേം എക്സ് എൻ. ഇനി എക്സിന് കണ്ടത് നമ്മൾ ഫോർമുലയും പഠിച്ചുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ്? ഡി എൻ പ്ലസ് x1 മൈനസ് ഡി. അതിൽ ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നോക്കി നോക്ക്. ഇത് ഏതാ അവിടെ ആഡ് ചെയ്ത് പോണ്? 2 + 3 3 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് 3. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഏതാ അവിടുത്തെ ഫസ്റ്റ് ടേം? 2. ഇതൊക്കെ ഈക്വേഷനിൽ കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഡി എന്നുള്ളത് 3n പ്ലസ് x1 എന്നുള്ളത് 2 മൈനസ് 3. അപ്പൊ ആൻസർ എന്താ? 3n. 2 മൈനസ് 3 ചെയ്താൽ കിട്ടുന്നത് -1. സോ nth ടേം 3n മൈനസ് 1. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ടേമിന്റെ സ്ക്വയർ 2500. അതായത് ഏത് ടേമിന്റെ നമ്മൾ എടുക്കണം? nth ടേമിന്റെ സ്ക്വയർ. അതായത് nth ടേം എന്ന് പറഞ്ഞാൽ xn. xnന്റെ സ്ക്വയർ അറിയാത്ത ടേം ആയതുകൊണ്ട് കേട്ടോ xn എടുത്ത് 2500. ഇനി xn എന്നുള്ളത് നമുക്കറിയാം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3n മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2500. ഇനി സ്ക്വയർ അപ്പുറത്ത് പോയാൽ എന്തായാലും സ്ക്വയർ അപ്പുറത്ത് പോയാല് സ്ക്വയർ ഇപ്പുറത്ത് വന്നാല് റൂട്ട്. അപ്പൊ ബാക്കി ഇവിടെ 3n മൈനസ് 1 ഈക്വൽ ടു റൂട്ട് 2500. അപ്പൊ ഇതിന്റെ റൂട്ട് കാണാം. അപ്പൊ റൂട്ട് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്താ ചെയ്യേണ്ടത്? 25 അല്ലെ, പെയർ ആക്കി കഴിഞ്ഞാൽ 2 സീറോസും ഉണ്ട്. പിന്നെ 25 കറക്റ്റ് റൂട്ട് ഉണ്ട്. ഏതാ? 5. പിന്നെ 2 സീറോസ് വരുന്ന നമ്മൾ എന്ത് ചെയ്യാ? ഒരു സീറോ ഇട്ട് കൊടുക്കുക. സോ 3n മൈനസ് 1 എന്താണ്? 50. 3n മൈനസ് 1 50. സോ 3n എന്ത് വരും? -1 അപ്പുറത്ത് പോയാ 50 പ്ലസ് 1. 50 പ്ലസ് 1 എന്താ? 51. ഇനി n കണ്ടെത്ത. n is equal to എന്തായിരിക്കും? ഈ 3 അപ്പുറത്ത് പോയാ n is equal to 31 into 3 അപ്പുറത്ത് പോയാ ഡിവൈഡഡ് ബൈ 3. 51 ട്ടോ. 51 ഡിവൈഡഡ് ബൈ 3. 51നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 17. അപ്പൊ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? 17th പൊസിഷൻ. അതിന്റെ പൊസിഷൻ 17th ടേം എടുത്തു കഴിഞ്ഞാൽ അത് സ്ക്വയർ ചെയ്താൽ നമുക്ക് ഈ ആൻസർ ആവും കിട്ടുക. അത് നോക്കണ്ട, നമുക്ക് ആ പൊസിഷൻ മാത്രം കണ്ടുപിടിച്ച. പൊസിഷൻ എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17. പേജ് നമ്പർ 81 4th പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 7th-ലും 8th-ലൊക്കെ പഠിച്ചു തന്നെയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഒരു ബാങ്കിൽ ഇപ്പോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് അവർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് പല രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു മെത്തേഡാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, മറ്റൊരു മെത്തേഡാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന രീതിയിലാണ് ബാങ്കുകാര് നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നതെങ്കിൽ ലാസ്റ്റ് എത്ര വർഷം, ഇപ്പൊ 2, 3, 4 വർഷം കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് കണ്ടെത്താനായിട്ടൊരു ഫോർമുല ഉണ്ട്. അത് നമ്മൾ മുന്നേ പഠിച്ചതാണ്. എന്നാൽ അത് അടുത്ത പ്രോബ്ലത്തിലേക്ക് ആവശ്യമായതുകൊണ്ട് ഒന്നും കൂടെ പറയാണ്. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റഡിനെ നമ്മൾ പറയാം പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയും. പ്രിൻസിപ്പൽ അതിനെ പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ പി എന്ന് പറഞ്ഞാല് എമൗണ്ട് ഡെപ്പോസിറ്റഡ്. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തേക്കാണ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതിന് എൻ എന്ന് പറയും. ഇനി അവര് ബാങ്കുകാർ നമുക്ക് ഇൻട്രസ്റ്റ് തരുമല്ലോ, പലിശ തരുമല്ലോ. ആ ഇൻട്രസ്റ്റ് തരുന്നതിന്റെ എത്ര പെർസെന്റേജ് ആണ്, എത്ര പെർസെന്റേജ് നമുക്ക് തരും, അതിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ R ആണ്. അങ്ങനെയാണെങ്കിൽ
എത്ര വർഷാണോ എന്ന് പറഞ്ഞാല് വർഷം അല്ലെ, എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയർ. എത്ര വർഷമാണോ കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട്, 4 വർഷം 5 വർഷം ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് കണ്ടെത്താനുള്ള ഫോർമുലയാണ് എമൗണ്ട് ആഫ്റ്റർ n ഇയേഴ്സ്. എന്ന് പറഞ്ഞാൽ ഏത് ഇയറും ആവാം തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എമൗണ്ട് കണ്ടെത്താനുള്ള ഫോർമുല P × 1 + R/100 all raised to n എന്നാണ് ഫോർമുല. അപ്പൊ ഈ ഫോർമുല ഒന്ന് പഠിച്ചു വെക്കും, എന്നാലും അടുത്ത പ്രോബ്ലം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പേജ് നമ്പർ 81 തന്നെ 4th ക്വസ്റ്റ്യൻ നോക്കുക. ₹2,000 were deposited in a scheme. ഒരു സ്കീമില്, ഇവിടെ സ്കീമാണ് കേട്ടോ, ബാങ്ക് അല്ല പറയുന്നത്, ഒരു സ്കീമിൽ ₹2,000 ഡെപ്പോസിറ്റ് ചെയ്തു. വിച്ച് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി. അവർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ആഫ്റ്റർ 2 ഇയേഴ്സ് 2 വർഷം കഴിഞ്ഞപ്പോൾ ദ എമൗണ്ട് ഇൻ ദ അക്കൗണ്ട്, അക്കൗണ്ടിലെ എമൗണ്ട് ₹2,205 ആയിട്ട് മാറി. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? അവസാനം കിട്ടിയ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം അവർ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഡെപ്പോസിറ്റഡിനെയാണ് പി തന്നിട്ടുണ്ട് 2000. Then നെക്സ്റ്റ് തന്നിരിക്കുന്നത് എന്താ? ആഫ്റ്റർ 2 ഇയേഴ്സ്. അപ്പൊ നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട്, n is equal to 2 അതും തന്നിട്ടുണ്ട്. Then amount in the account was. 2 വർഷം കഴിഞ്ഞപ്പോൾ അക്കൗണ്ടിലെ എമൗണ്ട് എത്ര രൂപയാണ് ഉള്ളത് കയ്യില്? എമൗണ്ടിനെയാണ് നമ്മൾ എമൗണ്ട് എന്നുള്ളതാണ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് 2,205 തന്നിട്ടുണ്ട് റുപ്പീസ്. ഇതും റുപ്പീസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടെത്തണം. ലാസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് നമ്മൾ പറഞ്ഞ ലെറ്റർ ഏതപ്പ ഫോർമുല പറഞ്ഞോളൂ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ R നമുക്ക് കണ്ടെത്തണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ലാസ്റ്റ് നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞ അവസാനം നമുക്ക് കിട്ടേണ്ട R കിട്ടണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇനി എങ്ങനെ കണ്ടെത്താന്നുള്ളത് നമുക്ക് നോക്കാം. എമൗണ്ട് ലാസ്റ്റ് കിട്ടിയ എമൗണ്ട് 2,205. ഇനി എമൗണ്ടിന് നമ്മൾ പറഞ്ഞു അവസാനം നമ്മൾ കണ്ടെത്തുന്ന എമൗണ്ടിന് ഒരു ഫോർമുല പറഞ്ഞൂലെ. എന്താണ് ആ ഫോർമുല? എമൗണ്ട് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു P × 1 + R/100 നമുക്ക് തന്നിട്ടുണ്ട്. all raised to n is equal to 2,205. ഇനി ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P എന്ന് പറഞ്ഞാൽ 2000 × 1 + R നമുക്ക് അറിയില്ല, 1 അതുപോലെ എഴുതി, R അറിയില്ല അത് എഴുതി, /100 all raised to n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് n 2 is equal to 2,205. ഇതൊന്ന് ഈ R കണ്ടെത്തണം. അപ്പൊ ബാക്കിയെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ആദ്യം ബ്രാക്കറ്റിന്റെ പുറത്തുള്ള 2000 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ബാക്കി ഇവിടെ എന്തെങ്കിലും 1 + R/100 all raised to 2 is equal to 2,205 into 2 അപ്പുറത്ത് പോയ /2000. ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാം. ഇത് ഫ്രാക്ഷൻ അല്ലേ, കറക്റ്റ് ഡിവിഷൻ പറ്റില്ല. പക്ഷെ നോക്കൂ, അവസാനം 5ഉം 0യും വന്നതുകൊണ്ട് നമുക്ക് പറയാം ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ എത്ര ടൈംസ് പോകും നോക്കുക. 5 ഇതിൽ എത്ര ടൈംസ് പോകും നോക്കുക. നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി നമുക്ക് കിട്ടും 441 ടൈംസ്. 441 × 5 ഇത് കിട്ടും. ഇനി ഇതില് 5 എത്ര ടൈംസ് പോകും നോക്കൂ. ഇവിടെ എങ്ങനെ പോണെച്ചാൽ ഇവിടത്തെ ഒന്നുകൂടെ പറയാം. ഇവിടെ 22 ആണ്. 22ല് 5 4 ടൈംസ്. അപ്പൊ ബാക്കി ഇവിടെ 2. പിന്നെ 20ല് 5 4 ടൈംസ്. പിന്നെ 5ല് 5 1 ടൈം. അതേപോലെ ഇവിടെ 20ല് 5 4 ടൈംസ്. പിന്നെ 2 zeros ആക്കി 4. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വെച്ച് നിർത്തി. ഇനി എന്ത് ചെയ്യും? സ്ക്വയർ അപ്പുറത്ത് പോവാം. അപ്പൊ എന്താവും? 1 + R/100 is equal to സ്ക്വയർ അപ്പുറത്തെ √441/400. 441/400 എന്ന് കിട്ടും. ഇനി ഇത് 6 കണ്ടെത്താം. അപ്പൊ നോക്കൂ, സ്ക്വയർ നമ്മൾ ഇപ്പുറത്തേക്ക് പോയപ്പോ റൂട്ടായിട്ട് മാറി. ഇനി ഇത് 6 കണ്ടെത്താം. ഇതിന്റെ റൂട്ടും കാണാം. റൂട്ട് എങ്ങനെ കാണാം?
റൂട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മേലെയും 3 ഡിജിറ്റിന് താഴെയും 3 ഡിജിറ്റിന്. അപ്പൊ റൂട്ട് കണ്ടെത്താൻ നമുക്ക് പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് യൂണിറ്റ് പ്ലേസിന് പെയറാക്കാം. 1 2 പെയറാക്കി. പിന്നെ ഇവിടെ 2 ഇല്ല, ഒരു നമ്പറേ ഉള്ളൂ. അപ്പൊ നമ്മള് ഒരു നമ്പർ മതി, അതവിടെ നിന്നോട്ടെ. ഇനി നോക്കാം എന്താണ് 4 ഏതിന്റെ റൂട്ടാന്ന് നോക്കാം. 4ന്റെ റൂട്ട് നമുക്കറിയാം കറക്റ്റ് എന്താണ് 2. അതായത് പിന്നെ 41 ആണ്. 41ന് കറക്റ്റ് റൂട്ട് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അങ്ങനെ വരുമ്പോ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 1 വരുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴൊക്കെയാണ് സ്ക്വയർ ചെയ്ത ലാസ്റ്റ് ഡിജിറ്റ് 1 വരുന്നത്? 1 ഇവിടെയുണ്ട്, 1 ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഈ 2ന്റെ ഇപ്പുറത്ത് കിടക്കുന്ന നമ്പർ 1, അതിന്റെ റൂട്ട് 1. പിന്നെ 81ലും 1 വരുന്നുണ്ട്, അതിന്റെ റൂട്ട് 9. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഈ 2ന്റെ അപ്പുറത്ത് ഒന്നെങ്കിൽ 21 അല്ലെങ്കിൽ 2ന്റെ അപ്പുറത്ത് 9. 21 അല്ലെങ്കിൽ പിന്നെന്താ വരുന്ന നമ്പർ 21 അല്ലെങ്കിൽ 29. അപ്പൊ 21 ഇൻറ്റു ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 2ന്റെ അപ്പുറത്ത് 9 21. അപ്പൊ 21 ഇൻറ്റു ചെയ്ത് നോക്കിയേ 1 2 4 40 കറക്റ്റ്. അപ്പൊ നമുക്ക് പറയാം ഈ 441ന്റെ റൂട്ട് 21 ബൈ. ഇനി ഇത് നമുക്ക് എളുപ്പ. ഇതിന് ഇതേപോലെ പെയറാക്കിയ 1 2 പിന്നെ 4. ഇനി 4ന് കറക്റ്റ് റൂട്ട് ഉണ്ട് ഏതാ 2. പിന്നെ 2 0 വരുമ്പോ നമ്മൾ പഠിച്ചിട്ട് എന്താ ചെയ്യാ, 2 0 വരുമ്പോ നമ്മൾ എന്താ ചെയ്യാ, റൂട്ടില് ഒരു 0 ഇട്ടു. അപ്പൊ 21 ബൈ 20. 21 ബൈ 20 അത് കിട്ടി. അപ്പൊ എന്താ 1 പ്ലസ് r ബൈ 100 ആണ് ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്നത്. 1 പ്ലസ് r ബൈ 100 ഈക്വൽ ടു 21 ബൈ 20. അപ്പൊ ഇതിന്റെ ബാക്കി ഇപ്പുറത്ത് എഴുതുന്നുണ്ട് 1 പ്ലസ് r ബൈ 100 നമുക്ക് കിട്ടിയിരിക്കുന്നത് 21 ബൈ 20 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ 1ന് അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പൊ എന്ത് വരും, ബാക്കി ഇവിടെ എന്താ 1 അപ്പുറത്ത് പോയാൽ r ബൈ 100 ഈക്വൽ ടു 21 ബൈ 20 പ്ലസ് 1 അപ്പുറത്ത് പോയാൽ -1. ഇനി ഇതൊന്ന് 1 മൈനസ് ചെയ്യണം. 1 മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മള് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് 5ലും 6ലൊക്കെ ഫ്രാക്ഷന്റെ സബ്സ്ട്രാക്ഷൻ അതന്നെ ഇവിടെ യൂസ് ചെയ്യും. ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യുന്നത്. ഇവിടെ 20 അല്ലേ, ഇവിടെയും താഴെ ഡിനോമിനേറ്റർ ഇല്ല, പക്ഷെ 20 വന്നാൽ നമുക്ക് സബ്സ്ട്രാക്ഷൻ എളുപ്പമായി. അതിനായിട്ട് നമ്മൾ 1ന് എന്ത് എഴുതാം, ഇവിടെ 20 ആണെങ്കിൽ താഴെയും 20 വരെ എളുപ്പത്തിന് 1ന് 21 ബൈ 20 അതുപോലെ എഴുതി, മൈനസ് 1ന് 20 ബൈ 20. അത് 20 ബൈ 20 അല്ല, ഏത് നമ്പർ 5 ബൈ 5 10 ബൈ 5 ഒക്കെ വരാം. 20 എഴുതാൻ കാരണം താഴെ രണ്ടും സെയിം ആയി കിട്ടാൻ. ഇവിടെ 20 ആയതുകൊണ്ടാണ് 20 ബൈ 20. 20 ബൈ 20 എന്താ 1 സീക്വൽ ടു. ഇനി മൈനസ് ചെയ്യുക എളുപ്പ. എന്താ, താഴെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതണ്ട് എടുത്ത് എഴുതാം, എന്നിട്ട് മേലത്തെ നമുക്ക് മൈനസ് ചെയ്യാം. 21 20 പോയാൽ 1 ബൈ 20. സോ r ബൈ 100 1 ബൈ 20. r is equal to അപ്പൊ എന്താ r ബൈ 100. നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് r ബൈ 100 ആണ് 1 ബൈ 20. അപ്പൊ ഈ 100 അങ്ങോട്ട് പോയാൽ എന്തായി മാറും, 1 ബൈ 20 ഡിവിഷൻ അങ്ങോട്ട് പോയാൽ ഇൻറ്റു 100. അപ്പൊ എന്ത് ചെയ്യാം, സീറോസ് ക്യാൻസൽ ചെയ്യാം അല്ലെ, മേലെയും താഴെ അല്ലേ, ഒന്ന് മേലെ ഒന്ന് താഴെ. അപ്പൊ 0 ക്യാൻസലേഷൻ ചെയ്യാം. 0 0 ക്യാൻസൽ ചെയ്ത് 2 10ല് 5. സോ 1 into 5. സോ ആൻസർ 5. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, പെർസെന്റേജ് ആണ്. സോ 5%. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് is equal to 5%.